ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു RC കാറാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെറും 3 ബാറ്ററി വെച്ച് ഒരു DC മോട്ടോർ വെച്ച് മാത്രം ഓടിക്കുന്ന ഒരു കാറായിരുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു RC ആണ്. അന്ന് പറഞ്ഞാൽ നമുക്ക് റിമോട്ട് കൺട്രോൾ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഗൈസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലുണ്ടാക്കിയ കാറിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കൊരു RC സർക്യൂട്ട് വേണം. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ കൂടെ ഒരു ആൻറ്റിനയും ഒരു സ്ക്രൂവും ഒരു ബോൾട്ടും കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് രണ്ട് ചെറിയ സ്റ്റിക്കും ഒരു വലിയ ഐസ്ക്രീം സ്റ്റിക്കും വേണം. പിന്നെ നമുക്ക് ഗ്ലൂ ഗൺ വേണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിൻ്റെ മുമ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉപയോഗിച്ചത് 3 ബാറ്ററിയാണ്. അന്ന് തന്നെ അത് ഞാൻ ഒരു DC മോട്ടോർ വെച്ച് ഉപയോഗിക്കുന്നതായിരുന്നു. ഇപ്പം ഞാൻ RC ആയതുകൊണ്ട് നമുക്ക് 4 ബാറ്ററി വേണം. വണ്ടി എടുത്ത് ഇത്തിരി കൂടെ സ്ട്രോങ് ആയിട്ട് ഇളകിപ്പോകാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് ഇത്തിരി സ്ട്രോങ് ആയിട്ട് കുറച്ചും കൂടെ ഗ്ലൂ ഇട്ട് ഒട്ടിക്കാം. പിന്നെ ഒരെണ്ണം കൂടെ ബാക്കിലോട്ടും വെക്കാം. പിന്നെ ബാക്കിലത്തെ ഒട്ടിക്കാൻ പോവാണ്. ഇനി നമുക്ക് നമ്മളുടെ RC സർക്യൂട്ടിൽ അടി ഭാഗത്ത് നമ്മൾ മുമ്പ് എടുത്തു വെച്ചിരുന്ന വലിയ സ്റ്റിക്ക് ഒട്ടിക്കാം. ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ. നമുക്ക് ഇനി ആ സ്റ്റിക്കിലോട്ട് കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് നമുക്ക് അത് അങ്ങോട്ട് ഒട്ടിക്കാം. പിന്നെ നമ്മൾ മുമ്പ് 2 സ്റ്റിക്കില്ലായിരുന്നു. ആ സ്റ്റിക്കിൽ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് നമ്മളുടെ സർക്യൂട്ടിലെ ഫ്രണ്ട് ഇതിൽ നമുക്ക് ഒട്ടിക്കാം. പിന്നെ ബാക്കിലത്തെ സ്റ്റിക്കിൽ ഏറ്റവും ബാക്ക് വശം ആ സർക്യൂട്ടിൽ നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് 2 വയർ കാണും, ലൈക്ക് ബാക്കും ഫ്രണ്ടും. ബാക്കിൽ നിന്ന് പറഞ്ഞാൽ ബ്ലൂ കളറാണ്, ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞാൽ യെല്ലോ കളറാണ്. അപ്പോൾ നമുക്ക് യെല്ലോ കളറ് നമ്മളുടെ ഏതെങ്കിലും ഒരു മോട്ടറിൽ ഏത് സൈഡിലും വെക്കാം. ഇനി അടുത്ത് നമ്മൾ റിമോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് റിമോട്ടിൽ നമ്മൾ ഫ്രണ്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ ബാക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഇപ്പോൾ ബ്ലൂവും യെല്ലോയും നമുക്ക് വേണമെങ്കിൽ തിരിച്ചാക്കിയാൽ അത് ലൈക്ക് ഓപ്പോസിറ്റ് സൈഡായി. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനിയും നമുക്ക് അടുത്തതിൽ നമുക്കിനി നമ്മളുടെ ഫ്രണ്ടും ചെയ്യാം. ഫ്രണ്ട് റൈറ്റും ലെഫ്റ്റും തിരിക്കുന്നതും ചെയ്യാം. ഓക്കെ, നമുക്കിനി നമ്മളുടെ 2 വയറും കൂടെ ബാക്കിയുണ്ട്. എന്ന് പറഞ്ഞാൽ റൈറ്റും ലെഫ്റ്റും. റൈറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രീനാണ്, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റാണ്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു വശത്ത് നമുക്കിതൊന്ന് ഒരു സോൾഡർ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് സോൾഡർ ചെയ്യാം. എനിക്കിപ്പോൾ സോൾഡറിങ് അയൺ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വെറുതെ മോട്ടറിലോട്ട് വയേഴ്സും ലൈക്ക് ചുറ്റിയാൽ മതി. ഇനി നമുക്ക് 2 വയർ ബാക്കി കാണും. എന്ന് പറഞ്ഞാൽ നമ്മളുടെ പോസിറ്റീവും നെഗറ്റീവും ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളുടെ നെഗറ്റീവ് വയറും പോസിറ്റീവ് വയറും എന്ന് വെച്ചാൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ്, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ റെഡ് ആണ്. ഇത് രണ്ടും മാറിപ്പോയാൽ നമ്മളെ സർക്യൂട്ട് ചൂടാകും. അപ്പോൾ നമുക്കത് ശരിയായി കിട്ടാൻ കുറേ നേരവും കിട്ടും, പക്ഷെ പോവുകയും ചെയ്യും. ചിലപ്പം പോകാൻ സാധ്യത കൂടുതലാണ്. ഞാനിപ്പോൾ ഈ ബാറ്ററി ഊരിയതാണ്. ഇതാ ചെയ്ത് ചിലപ്പം ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ മുമ്പ് ഒരു വയറും കൂടെ ബാക്കിയുണ്ട്. എന്ന് പറഞ്ഞാൽ ആൻറ്റീനയാണ്. ഒരു അത് വയർ ആൻറ്റീനയാണ്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ആൻറ്റീന കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഇത്രയും കൂടെ ഇത് കിട്ടാൻ വേണ്ടിയാണ്, റേഞ്ച് കിട്ടാൻ വേണ്ടിയാണ്. അപ്പം നമുക്കത് അവിടെ ഒരു ഹോളുണ്ട് നമ്മളുടെ വയർ ആൻറ്റീനയിൽ. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് നമുക്ക് ഇത് ഓൺലൈൻ മേടിച്ചതായതുകൊണ്ട് ഇതിൽ കൂടെ നമുക്ക് ഇത് കിട്ടും. നട്ട് സ്ക്രൂ ചെയ്യാം, എന്നിട്ട് നമുക്ക് ബോൾട്ട് ഇടാം, എന്നിട്ട് ടൈറ്റ് ചെയ്യാം.
പിന്നെ നമുക്ക് അവിടെ വെറുതെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ഗ്ലൂ ഗൺ വെച്ച് കുറച്ച് ഇതിടാം, ഗ്ലൂ ഇടാം. എന്നാലും അവിടെ സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് ചരിഞ്ഞു പോവും. അപ്പോൾ ഗൈസ് നമുക്കിനി എങ്ങനെ റിമോട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റിമോട്ട് ഉണ്ടാക്കുന്നതിന് നമുക്ക് ആദ്യം നമ്മളുടെ റിമോട്ട് സർക്യൂട്ടാണ്, അത് ഓൺലൈനിൽ കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന ആൻറ്റീനയാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഇടാം. പിന്നെ നമുക്കൊരു സോപ്പിൻ്റെ ബോക്സ് വേണം. പിന്നെ ഞാൻ ഉണ്ടാക്കിയൊരു ഇതാണ് ബാറ്ററി കീസാണ്. ആദ്യം ഞാനവിടെ ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോളിൽ കൂടെ നമ്മൾ മുമ്പ് 2 വയറുണ്ട്, പോസിറ്റീവും നെഗറ്റീവും അതിൻ്റെ അകത്തോട്ടിടാം. പിന്നെ നമ്മളുടെ ബാറ്ററി കീസ് അതിൻ്റെ അകത്തോട്ടിട്ടിട്ട് നമുക്ക് പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡിലോട്ടും ഫിറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് അതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ പുറത്ത് വെച്ചാൽ നമ്മളുടെ സ്പേസ് ഇത് കൂടുതലെടുക്കും. പിന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും നല്ല പാടായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്ലൂ ഇടാം അവിടെ. എന്നിട്ട് ആ സർക്യൂട്ട് അവിടെ നമുക്ക് വെക്കാം. ഇത് റിമോട്ടാണ്, അതുകൊണ്ട് നമുക്ക് അവിടെ 4 ചാനൽസ് കാണാൻ പറ്റും. ഫ്രണ്ടിലത്തെ തന്നെ ഫ്രണ്ടാണ്, ബാക്കിൽ കാണിച്ചിരിക്കുന്ന ബാക്കാണ്, റൈറ്റിലോട്ട് കാണിച്ചിരിക്കുന്ന റൈറ്റാണ്, ലെഫ്റ്റിലോട്ട് കാണിച്ചിരിക്കുന്ന ലെഫ്റ്റാണ്. ഇനി നമുക്ക് റിമോട്ടിൻ്റെ കൂടെ ഒരു ആൻറ്റീന കിട്ടുന്നുണ്ട്. ആ ആൻറ്റീന നമുക്ക് നമ്മൾ മുമ്പ് ചെയ്ത പോലെ സ്ക്രൂ ചെയ്യാം. പിന്നെ ബോൾട്ടും, ഇത് രണ്ടിലും ആൻറ്റീനയുണ്ട്. ഇത്തിരി റേഞ്ച് കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കിനി അത് മുമ്പ് നമ്മൾ കാർ ചെയ്ത പോലെ നമുക്ക് കുറച്ച് ഗ്ലൂ ഇടാം. ഇതവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. ചെയ്ത് കഴിഞ്ഞ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ നമ്മളിത് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. ലെഫ്റ്റും റൈറ്റും തിരിയുന്നതുകൊണ്ട് ഫ്രണ്ടും ബാക്കും പോകുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ ബാക്കും ഫ്രണ്ടും ഓപ്പോസിറ്റ് ആയി പോയാൽ നിങ്ങൾക്ക് വയർ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ കാണുന്ന ബെല്ലൈക്കണം ഞെക്കണം. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കുന്നതിൻ്റെ ഇതിൻ്റെ സർക്യൂട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.